ബഹുമാനപ്പെട്ട ഇബ്രാഹിം റളിയല്ലാഹു അൻഹു വലിയാണ്, വലിയ സ്ഥാനത്തുള്ള മഹാനാണ്, വലിയ രാജകീയ പദവി അലങ്കരിച്ച മഹാനാണ്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം റളിയല്ലാഹു അൻഹു എല്ലാ സുഖങ്ങളും സൗകര്യങ്ങളും ഒക്കെ കാലത്തിലേക്ക് വലിച്ചെറിഞ്ഞ് സുബ്ഹാനല്ലാഹ് ഈ ലോകത്തിന്റെ എല്ലാ സുഖങ്ങളിൽ നിന്നും മാറി നിന്ന് വിജനമായ ആരാരുമില്ലാതെ കാട്ടിന്റെ അകത്തളങ്ങളിൽ ഇബാദത്ത് ചെയ്തു. അങ്ങനെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഇബ്രാഹിം റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്ത് വലതു ഭാഗത്തും ഇടതു ഭാഗത്തും നിസ്കരിക്കുന്ന സമയത്ത് വലതേ ഭാഗത്തും ഇടതേ ഭാഗത്തും മുൻപിലും വലിയ സിംഹങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഇബ്രാഹിം റളിയല്ലാഹു അൻഹുവിന് പേടിയില്ല. അതാണ് ഖുർആൻ പറഞ്ഞത്, ലാ ഖൗഫുൻ വലാ ഹും യഹ്സനൂൻ. ഇബ്രാഹിം റളിയല്ലാഹു അൻഹുവിന് ഒരു പേടിയും വന്നില്ല. നിസ്കാരം കഴിഞ്ഞതിന് ശേഷം സുബ്ഹാനല്ലാഹ് ഇബ്രാഹിം റളിയല്ലാഹു അൻഹു ആ നാല് സിംഹത്തിനോടും പറയാണ്, ഇന്നി ഉമിർതു ബിശൈഇ ഫഅലൂ, ഇൻ ഉമിർതും ബിശൈഇൻ ഫഅലൂ. ഓ സിംഹങ്ങളെ, നിങ്ങളോട് അല്ലാഹുവിന്റെ കൽപ്പന ഉണ്ടായിട്ടുണ്ടോ? സിംഹങ്ങളോട് ചോദിക്കുകയാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം. പുലിയെ കണ്ട് പേടിച്ചത് കൊണ്ട് ചോദിച്ചതല്ല, കാട്ടിലെ മറ്റു ജീവികളെ കണ്ടു പേടിച്ചതല്ല. കാരണം അല്ലാഹുവിനെ പേടിക്കൂ എന്ന ഒരൊറ്റ പ്രതിജ്ഞയാണ് ഔലിയാക്കൾക്കുള്ളത്. ഇബ്രാഹിം റളിയല്ലാഹു അൻഹു സിംഹത്തോട് പറയാണ്, സുബ്ഹാനല്ലാഹ്, എന്താ പറയുന്നത്? ഇൻ ഉമിർതും ബിശൈഇൻ ഫഅലൂ, നിങ്ങളോട് അല്ലാഹ് കൽപ്പിച്ചിട്ടുണ്ടോ എന്നെ പറിച്ച് തിന്നാൻ, എന്റെ മാംസം കടിച്ച് പറിച്ച് തിന്നാൻ നിങ്ങളോട് അല്ലാഹ് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഫഅലൂ, നിങ്ങൾ പറിച്ചു തിന്നുന്നത് എനിക്ക് പേടിയല്ല, എനിക്കത് ടെൻഷനേ അല്ല. അതാണ് ഔലിയാക്കന്മാർ.